മഴക്കാലം പ്രകൃതിയുടെ ആകൃതിയും നമ്മുടെ വീടിന്റെ അന്തരീക്ഷവും മാറുന്ന കാലം. ഈ സമയത്ത് വീട്ടിൽ പരന്നു നിൽക്കുന്ന ഈർപ്പം, ദുർഗന്ധം, കൊതുക്, ഫംഗസ് എല്ലാം നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും. പക്ഷേ ഇതിന് നമ്മുടെ പാരമ്പര്യത്തിലൊരു പരിഹാരമുണ്ട്: പുകവൈദ്യം. അതെ, നമ്മുടെ മുത്തശ്ശിമാർ കൈവശം വച്ചിരുന്ന അറിവാണ് പുകവൈദ്യം. വീടുകൾ ശുചീകരണത്തിന്റെ ഭാഗമായാണ് ഇത് ചെയ്തിരുന്നത്. പുകവൈദ്യത്തിൽ ഉപയോഗിക്കുന്ന ഇലകളും വസ്തുക്കളും ആന്റി ബാക്ടീരിയൽ, ആന്റി ഫംഗൽ, ആന്റി വൈറൽ ഗുണങ്ങളുള്ളവയാണ്. കർപ്പൂരം, സാമ്പ്രാണി, വേപ്പില, തുളസിയില, മഞ്ഞൾക്കൊമ്പ്, അങ്ങനെ പലതും നമ്മൾ ഉപയോഗിച്ചു വരുമായിരുന്നു. ഇന്ന് നമുക്ക് നമ്മുടെ അടുക്കളയിൽ എന്നും എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെ ഒരു പരിധിവരെ കൊതുകിനെ അകറ്റാനായാലും വീട്ടന്തരീക്ഷം ശുദ്ധീകരിക്കാനും പറ്റുന്ന ഒരു ടിപ്പാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് പരിപൂർണമായും പ്രകൃതിദത്ത ചേരുവകളായതിനാൽ തന്നെ മറ്റ് കെമിക്കൽ ചേർത്തിട്ടുള്ള കൊതുകുതിരി, ചന്ദനത്തിരി, കർപ്പൂരം പോലുള്ളവ ഉപയോഗിക്കുമ്പോഴുള്ള ദൂഷ്യഫലങ്ങൾ ഇല്ലാതാവുകയും ചെയ്യും. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് അല്പം പെരിഞ്ജീരകം എടുക്കണം. അപ്പൊ പെരിഞ്ജീരകം ഒന്ന് വറുക്കണം. വറുത്തെടുത്ത പെരിഞ്ജീരകത്തിന് മണം അല്പം കൂടും. വറുത്തെടുത്ത ജീരകം നന്നായി പൊടിച്ചെടുക്കണം. ഇത് നമുക്കൊരു കുഞ്ഞു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് 4 അല്ലി വെളുത്തുള്ളി, ഇതും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള മഞ്ഞൾപ്പൊടി വേണം ചേർക്കാൻ. അല്പം എണ്ണ, അതായത് വെളിച്ചെണ്ണയോ എള്ളെണ്ണയോ ഏതായാലും കുഴപ്പമില്ല. ഈ മിശ്രിതം നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഒരു ചിരാതോ അല്ലെങ്കിൽ ഒരു കുഞ്ഞു മൺപാത്രമോ മതി. അതിലേക്ക് ഈ മിക്സ് ഇട്ട് കൊടുക്കണം. അല്പം ഓയിലും കൂടി ഒഴിച്ച് ഒരു തിരി കത്തിച്ച് വയ്ക്കാം. ഇതാണ് ഒരു രീതി. ഈ ഒരു വിളക്ക് നമുക്കിടയ്ക്ക് കത്തിച്ചു വെക്കുകയാണെങ്കിൽ കൊതുകും അതുപോലെ മറ്റു പ്രാണികളെയും ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്താനും ഈ പ്രകൃതിദത്ത ചേരുവകൾ നിങ്ങളെ സഹായിക്കാം. ഇനി ഇതേ പെരുംജീരകം പൊടിയും ഇതേപോലെ വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി എന്നിവ പൊടിച്ച് ഒരു പാത്രത്തിലേക്ക് ഇടുക. അതിലേക്ക് നല്ല കനൽക്കട്ട ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ പുകയുന്നത് കാണാം. 2-3 തുള്ളി ഓയിലും കൂടി ചേർത്താൽ അത് നന്നായി പൊതിഞ്ഞു കിട്ടും. മുറികളിൽ ജനാലകളൊക്കെ തുറന്നിട്ട് നമുക്കിത് ചെയ്യാം. കുട്ടികളെ നേരിട്ട് പുക ശ്വസിപ്പിക്കാതെയും അമിതമായി ഇത് ചെയ്യാതെ ഒരു 5-10 മിനിറ്റ് ഇത് ചെയ്താൽ മതിയാവും. കൊതുകിനെയും മറ്റു പ്രാണികളെയും അകറ്റുന്നത് മാത്രമല്ല, മഴക്കാല സമയത്ത് സൂര്യപ്രകാശത്തിന്റെ ലഭ്യത വളരെ കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ രോഗാണുക്കളും നമ്മുടെ അന്തരീക്ഷത്തിൽ കൂടുതലായിരിക്കും. വായുസഞ്ചാരം കുറഞ്ഞ നമ്മുടെ വീട്ടിലെ മുറികളും മറ്റും അണുവിമുക്തമാക്കാനും ഈ മഞ്ഞൾ വെളുത്തുള്ളി മിശ്രിതം ഉപയോഗിക്കുന്നതിലൂടെ രോഗകാരികളായ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് എന്നിവയെ നശിപ്പിക്കാനും ഒരു പരിധിവരെ നമ്മളെ ഇത് സഹായിക്കുന്നു. കൂടാതെ ഏതെങ്കിലും തരത്തിലുള്ള ദുർഗന്ധമുണ്ടെങ്കിൽ അതില്ലാതാക്കി നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടാൻ ഇത് സഹായിക്കും. വീടും വായുവും ശുദ്ധീകരിക്കുമ്പോൾ മനസ്സും ശരീരവും ഊർജ്ജവാനാകുന്നു. നാം മറന്നുപോയ ഈ പാരമ്പര്യത്തെ വീണ്ടും നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. വീടും ഹൃദയവും ഒരുപോലെ ശുദ്ധമാക്കാനാണ് ഈ മഴക്കാലം. ഇതുപോലുള്ള ആരോഗ്യപരമായ വീടിന്റെ ചിന്തകൾക്കും നാടൻ വഴികളും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കാനും മറക്കരുത്. നന്ദി, നമസ്കാരം.